Hello my dear friends, എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് മീറ്റപ്പിന് പോയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബിരിയാണി മിക്സ് ഞാൻ കാണിച്ചു തന്നായിരുന്നു അല്ലേ. അപ്പോൾ ഈ ബിരിയാണി മിക്സ് ഉപയോഗിച്ച് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ. ഈ ഒരു കപ്പിൽ 3 കപ്പ് റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ ഈ റൈസ് നമുക്ക് മേടിച്ചത്. എന്തുകൊണ്ടുള്ള പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവളാണ് കടയിൽ പോയിട്ട് ഇത് മേടിച്ച് തന്നത്. പിന്നെ ഇത് നമ്മുടെ മട്ടനാണ്. മട്ടൻ നമ്മൾ തോട്ടക്കരയിൽ നിന്നാണ് വരുത്തിയിട്ടുള്ളത്. തോട്ടക്കര ഒറ്റപ്പാലത്തുള്ള ഒരു മട്ടൻ്റെ കടയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫെബിൻഷയാണ് അവരുടെ നമ്പർ കൊടുത്തത്. അപ്പോൾ നമ്മൾ മട്ടനും റൈസും ഒക്കെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് മട്ടൻ നന്നായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ഓണിയനും അതേപോലെ തന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്ഷണലാണ്. ഓണിയനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് അത് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇത് നമ്മൾ നെയ്യ് SKSൻ്റെ നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുറച്ച് അടി കട്ടിയുള്ള ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തു. അപ്പോൾ നെയ്യൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നമ്മളുടെ ഓണിയൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ നന്നായി ഡിപ്പായി കിടക്കണം. അപ്പോൾ ഒരുപാട് നെയ്യ് ഒഴിക്കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓണിയൻ ഇട്ട് കൊടുത്തു. ഓണിയൻ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ സ്റ്റീമിൽ ഇടരുത് കേട്ടോ. ഒരു മീഡിയം ടു ലോ ആ ഒരു ലെവലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അര സ്പൂൺ കൂടെ വേണ്ട, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഓണിയൻ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പിന്നെ അത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം മാത്രമാണ് നമുക്ക് ഇത്തിരി ഉള്ളി കട്ട് ചെയ്യേണ്ട ഒരു ഇതും ഒക്കെ വരുന്നുള്ളൂ. ഇത് നമുക്ക് വെറും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആ സെയിം കുക്കറിക്ക് തന്നെ നമ്മൾ മട്ടൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കഴുകി വരാൻ വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ കഴുകുന്ന ടൈമിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചേർക്കണത് 1 സ്പൂണ് വിനീഗറാണ്. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വിനീഗർ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആൻഡ് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു 4 വിസിൽ. ഓക്കെ, 4 വിസിലും വേണ്ടി വരില്ല. മട്ടൻ വേവുള്ളതാണ്, പക്ഷേ ഈ മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ റൈസിന് നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകി ഒരു 5 മിനിറ്റ് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളുടെ മെയിൻ താരം, മൂണി മട്ടൻ ബിരിയാണി ഗ്രേവി. അപ്പോൾ നമുക്ക് 3 സ്റ്റെപ്പിൽ ഈ ബിരിയാണി ഉണ്ടാക്കി വയ്ക്കാം. എന്താ പറയുക, വളരെ എളുപ്പമാണ്. കുക്ക് ഇൻസ്റ്റൻ്റ്ലി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടപ്പേന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇവിടെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1 കിലോ മട്ടൻ പാകത്തിന് വേവിച്ചെടുക്കുക. ശേഷം 200 ഗ്രാം മൂണി മട്ടൻ ബിരിയാണി ഗ്രേവി മിക്സ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 250 ഗ്രാമാണ്, വെറും 125 രൂപയുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഉള്ളി അരിഞ്ഞ്, തക്കാളി അരിഞ്ഞ്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരാക്കി അരച്ചുണ്ടാക്കി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിനി വേഗം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. നമ്മൾ മട്ടൺ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് ഇതൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഹൈജീനായിട്ടാണ് ഇവരതിനെ പാക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ ഈ പാക്കറ്റ്. അതിൻ്റെ ഉള്ളിലുള്ള മസാല ഫ്രഷ് ആയിരിക്കും എപ്പോഴും. നമ്മളിത് ഫ്രീസറിലോ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. ഇത് പൊട്ടിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും എടുത്ത് വയ്ക്കാൻ പാടില്ല. നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ വിളിക്കാതെ വിരുന്നുകാരെത്തിയാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പോസ്റ്ററും സംഭവമൊക്കെ അതിലുണ്ട്. നമുക്ക് കട്ടിങ്ങോ വയറ്റിലോ അങ്ങനെയൊന്നും വേണ്ട. എഴുതിയേക്കണം കണ്ടില്ലേ, അടുക്കളയിലെ കണ്ണുനീരിന് വിട. അപ്പോൾ വെറും 3 സ്റ്റെപ്പ് 20 മിനിറ്റ് അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റ് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് അല്ല, ഒരു എന്താ പറയുക ഹൈദരാബാദി ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിച്ച് വിളിക്കാൻ തുടങ്ങി നമ്മളിനെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാം. എന്താ പറയുക, നല്ല അടിപൊളി പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നുമില്ലാത്ത നല്ല അടിപൊളി മൂണി ബിരിയാണിയാണ്. നമ്മുടെ മലബാറിൻ്റെ തനത് രുചിയിലാണ് ഉണ്ടാക്കി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ തന്നെ ഫിഷ്, മട്ടൺ, ബീഫ് എല്ലാത്തിലും ഗ്രേവി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അരി കഴുകി വാലാൻ വെച്ചു.
അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ റൈസ് വേവാൻ വേണ്ടി 6 ഗ്ലാസ് വെള്ളം വേണം. സോ 3 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ആ റൈസിൻ്റെ കുക്കിങ്ങിൻ്റെ ഇതനുസരിച്ചിട്ട് വേവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാറിൻ്റെ ചെറിയ പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു നെല്ലിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി. പിന്നെ നമ്മുടെ മട്ടൻ വേവിച്ച അതേ കുക്കറിൽ തന്നെ മട്ടനെ മാറ്റി ദെൻ സെയിം കുക്കറിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, നമ്മുടെ ഗ്രാമ്പു, കറുവപ്പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 രീതിയിൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് കേട്ടോ. റൈസ് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ തിളപ്പിച്ച് വെള്ളം ഒഴിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അങ്ങനെയല്ല ഉണ്ടാക്കൽ. ഓക്കെ, അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. റൈസിക്ക് പിടിക്കാനുള്ള അത്രയും ഉപ്പാണ് സാധാരണ ഇട്ട് കൊടുക്കൽ. പക്ഷെ നമ്മൾ ഗ്രേവിയിൽ ഓൾറെഡി ഈ ഉപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് നമ്മൾ അതിൻ്റെ അളവ് പാകത്തിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ കഴുകി വാലാൻ വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആൻഡ് നമ്മൾ അടച്ച് വെച്ചിട്ട് വിസിൽ വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചാൽ മതി. ഒരു വിസിൽ അടിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. രണ്ടാമത്തെ വിസിലിന് മുൻപ് നമ്മളത് എന്താ പറയുക ഓഫാക്കിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ റൈസ് ഒന്ന് വെന്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പാകമാണ് വേണ്ടത് കേട്ടോ. നമ്മളെപ്പോഴും കിച്ചണിൽ വരുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ലേ. ഇവിടെ നമ്മൾ ചെയ്യണത് സെയിം കുക്കറിൽ തന്നെയാണ് കേട്ടോ. റൈസ് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. ആൻഡ് നമ്മുടെ മൂണിയുടെ മട്ടൻ ബിരിയാണി മിക്സ് ഗ്രേവി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ നമ്മൾ തന്നെ വേണ്ടതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. സോ അതിൽ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ദം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ദം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ മട്ടൻ്റെ ഗ്രേവി ഫുള്ളായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. കണ്ടോ, എല്ലാതും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഇപ്പോൾ തന്നെ കേട്ടോ. ജസ്റ്റ് നമ്മുടെ കുക്കറിൽ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ സെറ്റപ്പായിട്ട് നമ്മുടെ മൂണി ബിരിയാണിയുടെ നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ആൻഡ് ഈസിയാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇനി നമ്മളിതിൽ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ ഇല്ലേ, മട്ടനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, മട്ടൻ്റെ വെള്ളം ഞാൻ കളയണില്ല, കാരണം അതിലാണ് ഇതിൻ്റെ സത്ത് മുഴുവൻ ഉള്ളത് അല്ലേ. അപ്പോൾ മട്ടനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഞാനൊരു 1/2 ഗ്ലാസോളം 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമുണ്ട്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ആൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ലെവലാവുന്ന സമയത്ത് നമ്മൾ ഹാഫ് കുക്കാക്കിയിട്ടുള്ള നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കിസ്മിസ്, ഓണിയൻ, ആ ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് വെറും ഓപ്ഷനിലാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഴിക്കാൻ വേണ്ടി ഇഷ്ടമുള്ള ആളുകളാണെച്ചെങ്കിൽ നമുക്കിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്ത് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ആൻഡ് ഇനി നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ദം കയറ്റുക. ഓക്കെ, ഞാനൊക്കെ ഈ കുക്കറിൽ തന്നെയാണ് ചെയ്യണത്. എനിക്ക് വേറെ പാത്രമൊന്നും ആയിട്ടില്ല. ദാറ്റ് മീൻസ് എന്താ പറയുക, ഒരുപാട് പാത്രങ്ങളായിട്ടില്ല. ഈ ഒരു കുക്കർ മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ആക്കിയിട്ടുള്ളൂ. ഓക്കെ, വഴട്ടാനും ഉണ്ടാക്കാനൊന്നും വേറെ പാത്രങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എടുത്തിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റാം. നമ്മൾ ഫസ്റ്റ് റൈസ് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പാത്രം തന്നെ, അത് നമ്മൾ സെർവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു സെർവിങ് ബോൾ വേണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് മാറ്റണത്. അപ്പോൾ റൈസൊക്കെ ഒന്ന് മാറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ആൻഡ് ആദ്യം ഒരു 3/4 വേവായിരുന്നു. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റൈസൊക്കെ എടുത്ത് മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളിതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. കണ്ടോ എത്ര പെട്ടെന്നല്ലേ 20 മിനിറ്റും കൊണ്ട് നല്ല അടിപൊളി മോണി ബിരിയാണി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് നമ്മുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. Okay then, bye bye. Thank you for watching my video. Stay tuned.